ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ഇന്ന് മുസ്ലിം സമുദായം ഒരു വലിയ പരീക്ഷണത്തിന്റെ നടുവിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പാർലമെന്റിൽ വഖഫ് ഭേദഗതി ബില്ല് അവതരിപ്പിക്കുകയും നിലവിലുള്ള ഏകദേശം 40ഓളം വരുന്ന ഭേദഗതികളാണ് ആ ബില്ലിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. തീർത്തും ഭരണഘടനയ്ക്ക് എതിരായതും മുസ്ലിം സമുദായത്തിന്റെ വ്യക്തമായ അവകാശ ലംഘനവുമാണ് ഈ ഭേദഗതിയിലൂടെ പ്രകടമാകുന്നത്. ഇന്ത്യൻ മുന്നണിയടക്കം പ്രതിപക്ഷ പാർട്ടികൾ ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ശക്തമായ എതിർപ്പുകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ എന്റെ പ്രിയപ്പെട്ടവരെ, നാം വഖഫ് ബില്ല് എന്താണെന്ന് മനസ്സിലാക്കണം. വഖഫ് എന്താണെന്ന് നാം മനസ്സിലാക്കണം. അതിന്ന് പലർക്കും അറിയാത്തത് കൊണ്ടാണ് ഇതൊന്നും ഇത്ര ഗൗരവത്തോടെ എടുക്കാത്തത്. അതിന്റെ ഗൗരവം, ഈ വഖഫിന്റെ വിഷയം നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി കൈകാര്യം ചെയ്യുകയും അതുപോലെ തന്നെ ആ വിഷയങ്ങൾ നമ്മൾ പഠിക്കുകയും ചെയ്യേണ്ടവരാണ് മുസ്ലിം സമുദായം. എന്താണ് വഖഫ് എന്നറിയുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു പ്രവൃത്തിയാണ് മനുഷ്യർക്ക് പ്രയോജനം ചെയ്യുന്ന പുണ്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത്. കാരണം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും എടുത്ത് നമ്മളൊന്ന് നോക്കുകയും അത് ശരിയായ വണ്ണം നിങ്ങൾ പഠിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. കൂടുതലും അതിൽ പറയുന്നത് സക്കാത്തിന്റെ വിഷയങ്ങൾ എടുത്ത് പഠിക്കുമ്പോഴും എല്ലാ കാര്യങ്ങളും പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ജനങ്ങൾക്ക് പുണ്യം ചെയ്യുന്ന കാര്യങ്ങൾ കൂടുതലാണ് അതിൽ പറയുന്നത് ദീനില്. കാരണം എന്താണ് അതങ്ങനെ പറയാനായിട്ടും ആ നിയമങ്ങൾ അള്ളാന്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ കൊണ്ടുവരണമെന്ന് അള്ളാന്റെ കൽപ്പന വന്നത്? കാരണം ജനങ്ങൾക്ക് നന്മ ചെയ്യല് അള്ളാഹുവിന് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. അത് തന്നെ ഇവിടെ നാം വഖഫിന്റെ വിഷയവും ഇത് തന്നെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണെന്നറിയാമോ വഖഫ് എന്നാല്? ഇവിടെ അങ്ങനെ വഖഫ് ചെയ്ത് കഴിഞ്ഞാൽ നാം മനസ്സിലാക്കണം എന്താണ് വഖഫ്. അള്ളാഹു ഒരുവൻ അവന്റെ അധ്വാനം മൂലം അള്ളാഹു അവന് നൽകുന്ന സമ്പത്തുണ്ടല്ലോ, ജനങ്ങൾക്ക് പ്രയോജനം ഉണ്ടാക്കുന്ന തരത്തില് അള്ളാഹുവിന്റെ മാർഗത്തിൽ വിനിയോഗിക്കൽ അഥവാ വഖഫ് ചെയ്യൽ, ഇതാണ് വഖഫ് ചെയ്യുക എന്ന് പറയുന്നത്. അങ്ങനെ നിങ്ങൾ വഖഫ് ചെയ്താല് പിന്നീട് ആ വ്യക്തിയുടെ ആവത്തില്ല ആ സമ്പാദ്യം, പിന്നെയോ അത് രാജ്യത്തിന്റെ സമ്പാദ്യമായി മാറുന്നതാണ്. ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഈ പുണ്യപ്രവൃത്തിയെ അള്ളാഹുവിന്റെ പ്രവാചകൻ വളരെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് പ്രിയപ്പെട്ടവരെ. കാരണം മുൻഗാമികളായ നമ്മുടെ സഹാബാക്കള്, ആ സഹാബാക്കളുണ്ടല്ലോ, വഖഫ് ചെയ്ത സ്വത്തുക്കൾ വെച്ച് നോക്കുകയാണെങ്കിൽ അതിന്റെ കണക്കുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അതുപോലെ സഹാബാക്കൾ വഖഫ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയല്ലേ ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, ഒരുവന്റെ മരണശേഷം തന്റെ ഖബറിലേക്ക് പ്രതിഫലം ഒഴുകി വരുന്ന കാര്യങ്ങൾ 7 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമതായി പറഞ്ഞത് ഇൽമ പഠിപ്പിച്ചു കൊടുക്കലാണ്, അറിവ് പഠിപ്പിച്ചു കൊടുക്കലാണ്. 2 ഒരു കിണർ കുഴിച്ചു കൊടുക്കലാണ്, നദി ഒഴുക്കാൻ, നദി വെള്ളം കൊടുക്കുന്ന തരത്തിൽ കിണർ നിങ്ങൾ കുഴിച്ചു കൊടുക്കലാണ്, നിങ്ങൾ നിർമ്മിക്കൽ. ഇതെല്ലാം ജാരിയായ സദഖയാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുമ്പോൾ ഇവിടെ നാം മനസ്സിലാക്കണം, ഒരു നദി ഒഴിക്കൽ, അതായത് ഒരു കിണർ കുഴിച്ചു കൊടുക്കലും പ്രിയപ്പെട്ടവരെ അത് വലിയ കൂലിയുള്ള കാര്യമാണ്. ഈ വഖഫ് കൊണ്ട് ജനങ്ങൾക്കുണ്ടാകുന്ന ഉപകാരങ്ങൾ നാം മനസ്സിലാക്കണം. ജനങ്ങൾ എന്ന് പറയുമ്പോൾ മുസ്ലിമീങ്ങൾ മാത്രമല്ല, എല്ലാവർക്കും, എല്ലാ മനുഷ്യർക്കും ഉപയോഗിക്കാവുന്ന കാര്യമാണ് ഈ വഖഫിന്റെ സ്വത്ത് എന്ന് പറയുന്നത്. ഉപകാരപ്പെടുത്താൻ കഴിയും. അപ്പൊ ഈ ജനങ്ങൾക്ക് ഈ വഖഫിന്റെ സ്വത്തുകൾ കൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യം നാം മനസ്സിലാക്കണം. ഒരേ ഒരു ചരിത്രത്തിലൂടെ മനസ്സിലാക്കിക്കോ വഖഫ് എന്താണെന്ന്. ശരിക്കും എന്താണെന്ന് അറിയുമോ? ഒരിക്കല് അള്ളാഹുവിന്റെ പ്രവാചകനും മുഹാജിറുകളായ സഹാബത്തും ഹിജ്റ മദീനയിലേക്ക് കടന്നു വന്നപ്പോൾ അവിടെ അവർക്ക് കുടിക്കുവാനായിട്ട് വെള്ളമില്ലായിരുന്നു. അങ്ങനെ വെള്ളമില്ലാതിരുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ, അവിടെ ഏറ്റവും നല്ല ശുദ്ധമായ വെള്ളം ബിഅ്ർ റൂമ എന്ന് പറയുന്ന കിണറ്റിൽ മാത്രമേ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അതൊരു യഹൂദിയുടെ കയ്യിലായിരുന്നു അതിന്റെ ഉടമസ്ഥത. എന്നാൽ അദ്ദേഹം അവിടെ നിന്ന് ഒരു തൊട്ടി വെള്ളത്തിന് 1 മുദ്ദ് ദാനമാണ് ചോദിച്ചിരുന്നത്. പക്ഷെ പാവപ്പെട്ട മുഹാജിറുകൾക്ക് അത് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ഉടൻ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പ്രഖ്യാപിച്ചു, ഈ കിണർ ആരാണോ വാങ്ങിക്കുന്നത് വെറുതെയൊന്നുമല്ല, ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അതായത് താഴ്ഭാഗത്തു കൂടി ഒഴുകുന്ന നദികളും പുഴകളും ഒഴുകുന്ന അനുഗ്രഹങ്ങളുടെ പറുദീസയായ സ്വർഗ്ഗം അവനുള്ളതാണെന്ന് പ്രഖ്യാപിച്ചപ്പോൾ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കടന്നു വന്നുകൊണ്ട് അവിടുന്ന് ആ കിണർ വാങ്ങുകയും 35,000 ദിർഹം കൊടുത്ത്, ഇന്നത്തെ കണക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ 86,27,500 രൂപ മുടക്കിയാണ് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആ കിണർ മേടിച്ച് വഖഫ് ചെയ്തു കൊടുത്തു പ്രിയപ്പെട്ടവരെ. പിന്നീട് അതിലൂടെ ആരൊക്കെ വെള്ളം കുടിക്കുന്നുവോ, അത് ആ വെള്ളം, ആ കിണറ്റിൽ നിന്ന് വെള്ളം ആരൊക്കെ ഉപയോഗപ്പെടുത്തുന്നുവോ അതിന്റെ എല്ലാം മിസ്ല സവാബ് അവരുടെ ഹളറത്തിലേക്കല്ലേ പോകുന്നതെന്ന് നാം ചിന്തിക്കുക. ഇതാണ് എന്റെ പ്രിയപ്പെട്ടവരെ വഖഫിന്റെ കൂലി, വഖഫ് ചെയ്യുന്നതിന്റെ കൂലി എന്ന് നാം മനസ്സിലാക്കുക. ആഖിറത്തിൽ അവന് ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യമാണ് വഖഫ് ചെയ്യൽ എന്ന് പറയുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഈ വഖഫിന്റെ സ്വത്തുക്കൾ കൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ നാം മനസ്സിലാക്കണം. ഒരു 10 കടമുറിയുള്ള ഒരു മനുഷ്യന്, അവൻ ഒരു കടമുറി ഒരു ക്യാൻസർ രോഗിക്ക്, അതായത് അവരുടെ ചികിത്സയ്ക്ക് വേണ്ടി, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ എന്താണ് അവൻ ഒരു കടമുറി കൊടുക്കുകയും ചെയ്താൽ അതിന്റെ പ്രതിഫലം അവനാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ബിൽഡിംഗ് പണിയുകയും ആ ഒരു ബിൽഡിംഗ് ഒരു വഖഫ് സ്വത്താക്കി അവൻ വഖഫ് ചെയ്യുകയും ചെയ്താൽ ആ ഒരു ബിൽഡിംഗ് കൊണ്ട് നമുക്ക് എന്തൊക്കെ ഉപകാരങ്ങൾ ഈ സമൂഹത്തിന് നമുക്ക് ചെയ്യാൻ സാധിക്കും. നാം ചിന്തിക്കണം. ഏതൊരു അനാഥ കുട്ടികൾക്ക് അതൊരു സാന്ത്വനമല്ലേ? വെള്ളപ്പൊക്കം, പ്രകൃതി ദുരന്തങ്ങൾ കടന്നു വരുമ്പോൾ അവർക്കൊരു സാന്ത്വനമല്ലേ? അതുപോലെ തന്നെ എത്രയോ വഴിയോരങ്ങളിൽ കിടക്കുന്ന പാവപ്പെട്ട ആളുകൾക്കൊരു സമാധാനമല്ലേ? അവർക്കൊരു ആശ്രയമല്ലേ പ്രിയപ്പെട്ടവരെ? നാം ചിന്തിക്കണം. അതുപോലെ തന്നെ
ഒരു ബിൽഡിംഗ് പണി വഖഫ് നമ്മൾ നമ്മുടെ സമ്പാദ്യം കൊണ്ട് നമ്മൾ ഒരു ബിൽഡിംഗ് പണിയുകയും അത് വഖഫ് സ്വത്താക്കി നമ്മൾ കൊടുക്കുകയും ചെയ്താൽ അതൊരു വിദ്യാലയമാക്കിയാൽ എത്രയെത്ര കുട്ടികൾക്ക് വിദ്യ കരസ്ഥമാക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയൊക്കെ വഖഫിന്റെ സ്വത്തുക്കൾ എങ്ങനെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ വക്താക്കളായ മുസ്ലിം സമുദായം ഇന്ന് അവരുടെ ചോര നീരാക്കി ഉണ്ടാക്കിയെടുത്ത സമ്പത്ത്, ആ സമ്പത്ത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് കൂലി ലഭിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുത്തത് വഖഫ് ചെയ്ത് ആ സ്വത്തുക്കളാണ് ഇന്ന് അപഹരിച്ചുകൊണ്ട് ഇന്ന് ഈ ഫാസിസ്റ്റ് ഭരണകൂടം ഇന്ന് അതെല്ലാം കൂടെ അപഹരിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. ഇതൊരിക്കലും മുസ്ലിം സമുദായം അംഗീകരിക്കരുത്. മുസ്ലിം സമുദായം പ്രതികരിക്കേണ്ട സമയമാണിത്. ഇന്ന് നമ്മൾ ഇതൊക്കെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ മൗനം പാലിച്ചു കഴിഞ്ഞാൽ ഇതിലപ്പുറം നിയമങ്ങൾ കൊണ്ട് പിന്നെയും അവർ കടന്നു വരുന്നതാണ്. നാളെ ഇനി അവർ നിയമം ഇറക്കും, തൊപ്പി വെക്കാൻ പാടില്ല, അതുപോലെ തന്നെ മയ്യത്ത് കരിച്ചു കളയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനും നമ്മൾ മൗനം പാലിച്ചിരിക്കേണ്ടി വരും. NRC-CA പോലുള്ള വിഷയങ്ങൾ വന്നപ്പോൾ നമ്മൾ പ്രതികരിച്ചില്ലേ? എന്തുകൊണ്ടാണ് അവിടെ പ്രതികരിച്ചത്? അതാ സ്വന്തം സമ്പത്തും വീടും എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നെന്ന് പറഞ്ഞപ്പോൾ ജനസാഗരമായിരുന്നില്ലേ പ്രതിഷേധ റാലിക്ക്? അതിനേക്കാൾ കൂടുതൽ നമ്മൾ ജാഗ്രത കാണിക്കണം ഈ വഖഫിന്റെ വിഷയത്തിൽ. കാരണം വഖഫിന്റെ സ്വത്ത് നമ്മൾ അള്ളാഹുവിന് കൊടുത്ത സമ്പത്താണ്. ആ സമ്പത്ത് സംരക്ഷിക്കൽ നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. നമ്മളാൽ കഴിയുന്ന രീതി അത് പ്രതികരിക്കണം പ്രിയപ്പെട്ടവരെ. ഇനി ചിലവർ പറയും ഇതൊക്കെ നിങ്ങൾ മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല ഈ വഖഫിന്റെ സ്വത്ത് എടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് ചോദിക്കുന്നവരോട് പറയാൻ, ഇത് മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും എടുക്കാൻ കഴിയുന്ന കാര്യമാണ്. ആവശ്യക്കാർക്ക് ആ സമ്പത്ത് എങ്ങനെയൊക്കെ മുതൽ കൊണ്ട് ഉപകാരപ്പെടുത്താൻ പറ്റുമോ ആ രീതിയിലെല്ലാം അവർക്ക് ഉപകാരപ്പെടുത്താം. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമല്ല വെള്ളപ്പൊക്കം ഈ കൊച്ചു കേരളത്തിൽ വന്നപ്പോൾ ഇന്ന് ആദരിക്കുന്ന മതപഠനം നടത്തുന്ന ആ മദ്രസകൾ പോലും ഇന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളാക്കി നമ്മൾ മാറ്റിയില്ലേ? പള്ളികൾ എത്രയോ ആക്കിയപ്പോയോ ഇന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളാക്കിയായിരുന്നു അന്ന്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ സമൂഹത്തിന് വേണ്ടി മുസ്ലിം സമുദായത്തിന്റെ ചോര നീരാക്കി ഉണ്ടാക്കിയെടുത്ത ഈ സമ്പത്ത് നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ വഖഫ് ചെയ്ത് പൊതുജനങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി അങ്ങനെ കൊടുത്ത സമ്പത്താണ് ഇന്ന് ഇത് ഇന്ത്യയിലെ സമ്പത്ത് മുസ്ലിം സമുദായം അപഹരിച്ചെടുക്കുന്നതാണ് ഈ വഖഫ് സ്വത്ത്. അത് ഞങ്ങൾ സമ്മതിക്കൂല എന്ന് ഫാസിസ്റ്റ് ഭരണകൂടങ്ങൾ ഇന്ന് തെറ്റായ ഒരു പ്രചരണം ഇന്ന് ജനങ്ങളുടെ ഹൃദയത്തിൽ ഇങ്ങനെ വിഷം കുത്തിവെക്കുകയാണ്. ഒരിക്കലുമല്ല, ഇത് മുസ്ലിം സമുദായത്തിന്റെ ചോര നീരാക്കി ഉണ്ടാക്കിയ സമ്പത്താണ്. ആ സമ്പത്ത് പൊതുജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുത്ത ഞങ്ങളുടെ സമ്പത്ത്, ആ സമ്പത്തിനെയാണ് ഇന്ന് നിങ്ങൾ അപഹരിച്ചുകൊണ്ട് ഈ ഫാസിസ്റ്റ് കൂടം എടുക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ ഇതിനെ പ്രതികരിച്ചില്ല എങ്കിൽ, കാരണം നാളെ പടച്ചറപ്പിന്റെ മുമ്പിൽ നമ്മൾ പോയി നിൽക്കുമ്പോൾ, കോടതിയിൽ പോയി നിൽക്കുമ്പോൾ, നാളെ പടച്ചറപ്പിന്റെ കോടതിയിൽ പോയി നിൽക്കുമ്പോൾ അവിടെ പടച്ചറപ്പ് നിന്നെ വെറുതെ വിടുമെന്ന് നീ പ്രതീക്ഷിക്കേണ്ട. കാരണം അള്ളാഹുവിന് നമ്മൾ കൊടുത്ത സ്വത്താണിത്. അതുകൊണ്ട് ഈ സ്വത്തില് അത് നഷ്ടപ്പെടാതെ അത് സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ.